പെൺകുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചത്, മാഡം എനിക്ക് ആമസോണിൽ സെല് ചെയ്യാനുള്ള നല്ല പ്രോഡക്റ്റുകളുണ്ട്, ഇതൊന്ന് ലിസ്റ്റ് ചെയ്യാമോ? ഇത് ലിസ്റ്റ് ചെയ്യാനായിട്ട് ആമസോണിലേക്ക് വിൽപ്പനയ്ക്ക് വെക്കാനായിട്ട് എത്ര ലക്ഷം രൂപ ചിലവ് വരും എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം, എത്ര 1000 രൂപ ചിലവാക്കേണ്ടി വരും എന്നല്ല ചോദിച്ചത്, എത്ര ലക്ഷം രൂപ ചിലവ് വരും എന്നാണ് ചോദിച്ചത്. അതിൻ്റെ അർത്ഥം ആമസോൺ പോലുള്ള ഗ്ലോബൽ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വിൽപ്പനയ്ക്ക് വെക്കാൻ ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരുമെന്നാണ് ഓരോരുത്തരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ശരിയല്ലേ? നിങ്ങളിൽ പലരും അങ്ങനെ തന്നെ വിചാരിക്കുന്നവരല്ലേ? എന്നാൽ അതല്ല കേട്ടോ സത്യം. ശരിക്കും പറഞ്ഞാൽ ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ 0 പൈസയ്ക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റും. എത്ര പേർക്ക് അറിയാം? ചാറ്റിലേക്കൊന്ന് വരും. അറിയില്ലായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇപ്പോൾ ആമസോൺ എന്ന് പറയുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോരുത്തരും തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. ആമസോൺ പോലുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ, അത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രൊഡക്റ്റ് മാത്രമേ വിൽപ്പനയ്ക്ക് വെക്കുള്ളൂ, നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ പ്രൊഡക്റ്റുകൾ ആമസോണിൽ വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള ധാരണ നമുക്കുണ്ടാവും അല്ലേ? സ്വാഭാവികമാണ്. എന്നാൽ അങ്ങനെയല്ല. ആമസോൺ എന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെയും എൻകറേജ് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ പ്രൊഡക്റ്റും ആമസോണിൽ വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റും, അതും 0 പൈസയ്ക്ക്. ആമസോണിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യാൻ യാതൊരു പൈസയും കൊടുക്കേണ്ടതില്ല. ആമസോണിൽ നമുക്കൊരു സെല്ലർ അക്കൗണ്ട് എടുക്കാൻ യാതൊരു പൈസയും കൊടുക്കേണ്ടതില്ല. ശരിക്കും പറഞ്ഞാൽ ആമസോണിൽ സെല്ലർ അക്കൗണ്ട് എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ആമസോണിൽ സെല്ലർ അക്കൗണ്ട് എടുക്കുക? ആമസോണിൽ എങ്ങനെയാണ് ഒരു സെല്ലർ ആവുക? അതിന് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്കൊന്ന് നോക്കിയാലോ. ഒരു കാര്യം കൂടി പറയട്ടെ, ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് എടുത്താലുണ്ടല്ലോ, എന്താ നമുക്ക് ആമസോണിൽ വിൽക്കാൻ പറ്റും? നമ്മളിപ്പോൾ ചെടികളെ കുറിച്ചാണ് സംസാരിച്ച് വരുന്നത്, പക്ഷെ അങ്ങനെയല്ല. മൊട്ടുസൂചി മുതൽ എന്തും, ഇപ്പോൾ ഒരു ഫ്ലാസ്ക് ആവട്ടെ, ചീപ്പാവട്ടെ, പേനയാവട്ടെ, ടാബാവട്ടെ, ഡ്രസ്സ് ആവട്ടെ, എന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് ആമസോണിൽ വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റും. ഇത് ഒരു കാര്യം കൂടി പറഞ്ഞു തന്നാൽ, ഞാൻ പറഞ്ഞു ആമസോണിൽ സെല്ലർ അക്കൗണ്ട് എടുക്കാൻ എന്തൊക്കെ വേണമെന്നുള്ളത് നമുക്കൊന്ന് ആദ്യം നോക്കാം. ശരിക്കും പറഞ്ഞാൽ ആമസോണിൽ സെല്ലർ അക്കൗണ്ട് എടുക്കാൻ 5 കാര്യങ്ങളാണ് കേട്ടോ വേണ്ടത്. എന്തൊക്കെയാണെന്ന് അറിയൂ? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മെയിൽ ID ഉണ്ടാവണം. എല്ലാവർക്കും മെയിൽ ID ഉണ്ടല്ലോ അല്ലേ? ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാൻ കാർഡ് ഉണ്ടാവണം, ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം, സ്വന്തമായിട്ടൊരു ഫോൺ നമ്പർ ഉണ്ടാവണം. എല്ലാവർക്കും സ്വന്തമായിട്ട് ഫോൺ നമ്പർ ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. മൊബൈൽ നമ്പർ ഉണ്ടാവണം. കാര്യം പലപ്പോഴും അച്ഛൻ്റെ നമ്പർ, അമ്മയുടെ നമ്പർ, ചേട്ടൻ്റെ നമ്പറൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയല്ല, സ്വന്തം പേരിലൊരു ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം. പിന്നെ ഉള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭത്തിനൊരു ലൈസൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ടി ടെൻഷനായി തുടങ്ങി. കുറേ പേർക്ക് ടെൻഷനായി തുടങ്ങി അല്ലേ? എന്താ കാര്യം? ഞാനൊരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഹൗസ് വൈഫാണ്. ഞാൻ വീട്ടിലിരുന്ന സൈഡ് ബിസിനസ് ആയിട്ട് എൻ്റെ വീട്ടിൽ കുറച്ച് ചെടികൾ വിൽക്കാമെന്ന് കരുതി വന്നതാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ ഇനി ലൈസൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ലൈസൻസിനായിട്ട് കയറി ഇറങ്ങേണ്ട സർക്കാർ ഓഫീസുകളുടെ എണ്ണവും കൊടുക്കേണ്ട കൈക്കൂലിയുടെ അളവും ഒക്കെ ആലോചിക്കുമ്പോൾ ഈ പണിയൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട, എനിക്ക് ആമസോണിൽ സെയിലും ചെയ്യേണ്ട എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എന്നാൽ അങ്ങനെ ഒരു തോന്നലേ വേണ്ട. എന്താണെന്നറിയോ? വെറും 10 മിനിറ്റ് കൊണ്ട് വീട്ടിലിരുന്ന് നിങ്ങളുടെ സംരംഭത്തിന് ഒരു ലൈസൻസ് എടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടോ? വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലൂടെ നിങ്ങളുടെ സംരംഭത്തിനൊരു പേരിട്ട് നിങ്ങൾക്കൊരു ലൈസൻസ് എടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നേരെ ചാറ്റിലേക്ക് വന്നോളൂ. അറിയണം. ഓക്കെ, സ്വിഫ്റ്റ് രജിസ്ട്രേഷൻ എന്നാണ് ആ രജിസ്ട്രേഷൻ്റെ പേര്. കേരള സർക്കാരിൻ്റെ ഏകജാലക സംവിധാനം വഴി എടുക്കാൻ പറ്റുന്ന ഒരു ലൈസൻസ് ആണത്. ഇത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 3 വർഷം വരെ അത് വെച്ച് നമുക്ക് നമ്മുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചാറ്റിലേക്ക് ഒന്ന് വന്നോളൂ, ഞാൻ പറഞ്ഞു തരാം. അറിയണം. ഓക്കെ, അപ്പോൾ ഞാൻ അത് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരാം. ഞാൻ ഇവിടെ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക്, ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് ഇടാം. ലിങ്ക് എല്ലാവരും ഒന്ന് കോപ്പി ചെയ്തോളൂ. അപ്പോൾ ഇതേണ്ടി നമ്മുടെ ബ്രൗസറിൽ പോയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, ksif.kerala.gov.in. ഇതാണ് വെബ്സൈറ്റ് ലിങ്ക്. ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗവൺമെൻറ് ഡാഷ്ബോർഡിലേക്ക് പോകും. കേരള ഗവൺമെൻറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോകും. ഇത് ആദ്യമായിട്ട് ഇത് ഹോം പേജാണ്. ഈ ഹോം പേജ് എത്തിക്കഴിഞ്ഞാൽ സൈഡിൽ
സൈൻ അപ്പ് എന്ന് കാണുന്നുണ്ട്, ലോഗിനും സൈനപ്പും കാണും. അതിൽ സൈൻ അപ്പ് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സൈൻ അപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇതുപോലൊരു വിൻഡോയിലേക്ക് വരുന്നുണ്ടാവും. ഇവിടെ നമുക്ക് കുറേ ഫില്ല് ചെയ്യാനുണ്ടാവും. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ ടൈറ്റിൽ കൊടുക്കാം. സർ ആണോ, മിസ്റ്റർ ആണോ, മിസ്സിസ് ആണോ, എന്താണെന്നുള്ളത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കാം. ഫസ്റ്റ് നെയിം നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. നമ്മുടെ മെയിൽ ഐ ഡി അവിടെ കൊടുക്കണം. അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. ഇത് വളരെ കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പറൊക്കെ കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ക്യാപ്ചയൂടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് കിട്ടും. മെയിൽ ഐ ഡിയിൽ പോയ ശേഷം ആ യൂസർ നെയിമും പാസ്വേഡും എടുത്ത ശേഷം പിന്നീട് നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നേരെ വീണ്ടും ഇതിലേക്ക് വന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് കേട്ടോ വരുന്നത്. ഇവിടെ നമ്മുടെ കറണ്ട് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്, ന്യൂ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്, കൺഫേം പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും വന്നല്ലോ. അതിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഇഷ്ടമുള്ള പുതിയ പാസ്വേഡ് കൊടുത്ത് കയറാം. അങ്ങനെ പുതിയ പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയി വീണ്ടും ലോഗിൻ ചെയ്യാം. ലോഗിനിൽ ഇതെല്ലാം കൊടുത്തിട്ട് നമ്മുടെ പാൻ നമ്പറും കൂടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കയറാൻ പറ്റുന്നതാണ്. അകത്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് വരുന്നത്. ഇതിൽ കുറേ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ നൈം ചോദിക്കുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്, ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്, മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, നമ്മുടെ സിറ്റി ചോദിക്കുന്നുണ്ട്, പോസ്റ്റ് ഓഫീസ് ചോദിക്കുന്നുണ്ട്, പിൻകോഡ് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഡിസ്ട്രിക്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ വേണ്ടേ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് ഇവിടെ നിങ്ങൾക്ക് MSME എന്ന് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഫോം ആയിരിക്കും നിങ്ങൾക്ക് വരിക. നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ ചോദിക്കുക. അതെല്ലാം കൃത്യമായി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം 10 രൂപയാണ് അതിൻ്റെ ഒരു ഫീസ് വരുന്നത്. ആ 10 രൂപ കൂടെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ അക്നോളജ്മെൻറ്റ് കിട്ടുന്നതാണ്. നമ്മുടെ ലൈസൻസ് നമുക്ക് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനായിട്ട് 3 വർഷം വരെ നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു അക്നോളജ്മെൻറ്റ് ഫോം കിട്ടുന്നതാണ്. അത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് പ്രിൻ്റ് എടുത്ത് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. സർക്കാർ ഓഫീസുകളൊന്നും കയറി ഇറങ്ങാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സംരംഭത്തിനൊരു ലൈസൻസ് എടുക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ആമസോണിൽ നമ്മൾ